ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെയിൽസ് എൻട്രി ആണ്. ടാലി പ്രൈമിൽ സെയിൽസ് എൻട്രി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പർച്ചേസ് ആയിരുന്നു. ഇന്ന് സെയിൽസ് പഠിക്കാം. വൗച്ചേഴ്സിൽ സെയിൽസ് എന്നുള്ള വൗച്ചർ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, പർച്ചേസ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി സെയിൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ക്ലിക്ക് ചെയ്യുക, ഓർ F8 പ്രസ് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് കൊടുക്കുക, വൗച്ചർ ഡേറ്റ് കൊടുക്കുക. ഇതിപ്പം സിംഗിൾ എൻട്രി മോഡിലാണ് നമ്മുടെ സെയിൽസ് വൗച്ചർ ടൈപ്പ് നിൽക്കുന്നത്. നമുക്കിപ്പം ഡബിൾ എൻട്രി ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യാം. ആസ് വൗച്ചർ കൊടുത്താൽ മതി. വൗച്ചർ ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഇൻവോയ്സ് ഫോർമാറ്റിലാണ് ഓൾറെഡി നിൽക്കുന്നത്. വൗച്ചർ വേണമെന്നുണ്ടെങ്കിൽ ആസ് വൗച്ചർ കൊടുക്കുക. ഡബിൾ എൻട്രി ഫോർമാറ്റിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് ആ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനിയിപ്പം ഇൻവോയ്സ് ഫോർമാറ്റിൽ മതിയെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് കൊടുക്കുക. പാർട്ടിയുടെ അക്കൗണ്ട് നെയിം കൊടുക്കുക. ലിസ്റ്റിലുള്ള പേരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ Alt C കൊടുക്കുക. നെയിം ഓഫ് പാർട്ടി കൊടുക്കുക. ദെൻ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുക. ഗ്രൂപ്പ് കൊടുക്കുമ്പം എന്തായിരിക്കും കൊടുക്കുക? സൺട്രി ഡെറ്റേഴ്സ് ആണ്. ദെൻ എൻട്രി ചെയ്ത് വരുമ്പം സെയിൽസ് ലെഡ്ജർ ചോദിക്കും. അവിടെ സെയിൽസ് അക്കൗണ്ട് കൊടുക്കുക, സെയിൽസ് കൊടുക്കുക. പാർട്ടിയുടെ അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡെലിവറി നോട്ട് ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്നുണ്ട്. ഡെലിവറി നോട്ടിൻ്റെ നമ്പർ, ഡിസ്പാച്ച് ഡോക്യുമെൻറ്റ് നമ്പർ, ഡേറ്റ്, ഡിസ്പാച്ച്ഡ് ത്രൂ, ദെൻ ഡെസ്റ്റിനേഷൻ, കാരിയർ നെയിം ഓർ ഏജൻറ്റ് നെയിം, ആ ഡീറ്റെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ദെൻ സെയിൽസ് കൊടുക്കുക. സെയിൽസ് ഏതിലായിരിക്കും വരുന്നത്? ഇതിലിപ്പം ഓൾറെഡി സെയിൽസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ Alt C വഴി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ Alt C കൊടുക്കുക. നെയിം ഓഫ് ലെഡ്ജർ, സെയിൽസ് കൊടുക്കുക. അണ്ടർ ഗ്രൂപ്പ് സെയിൽസ് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അല്ലാത്തത് നോ കൊടുത്തേക്കുക. അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നെയിം ഓഫ് ഐറ്റം ആണ് ചോദിക്കുന്നത്. ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ Alt C വഴി ക്രിയേറ്റ് ചെയ്യാം. Alt C വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഐറ്റം ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. സ്റ്റോക്ക് ഐറ്റം നെയിം ഇവിടെ കൊടുക്കുക. വേറൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുക. അതായത് സ്റ്റോക്ക് ഗ്രൂപ്പ് കൊടുക്കുക. ദെൻ യൂണിറ്റ് കൊടുക്കുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്. GST ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്വാണ്ടിറ്റി, ഞാനിവിടെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. യൂണിറ്റ് ഞാൻ കൊടുത്തു. GST ഡീറ്റെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ക്വാണ്ടിറ്റി കൊടുക്കുക. എത്ര ഐറ്റമാണ്, ഇപ്പോൾ നമ്പേഴ്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക. റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് വൗച്ചർ ഫോർമാറ്റ്. ഇനിയിപ്പം ഒന്നിൽ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ താഴേക്ക് നമുക്ക് Alt C വഴി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കാണിക്കും. അതിൽ നിന്ന് ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ കാണിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ദെൻ നരേഷൻ കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻവോയ്സ്. അതായത് പാർട്ടി അക്കൗണ്ട് നെയിം കൊടുക്കുക. പാർട്ടി വരുന്നത് സൺട്രി ഡെറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും. പിന്നെ സെയിൽസ്, നെയിം ഓഫ് ഐറ്റം ഡീറ്റെയിൽസ്, അത് Alt C വഴി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ക്വാണ്ടിറ്റി കൊടുക്കുക. റേറ്റ്, എമൗണ്ട് കൊടുക്കുക. ദെൻ ഒന്നിൽ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നരേഷൻ കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻവോയ്സ് ഫോർമാറ്റിൽ സെയിൽസ് എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വൗച്ചർ ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക. അതിൽ ആസ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. അതായത് വൗച്ചർ ഫോർമാറ്റിൽ കിട്ടും. അതായത് ഡബിൾ എൻട്രി ഫോർമാറ്റിൽ, ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്.
ഇതിൽ നമുക്ക് ക്യാഷ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഡെബിറ്റ് കൊടുക്കാം. ഡെലിവറി നോട്ട് നമ്പർ ഡീറ്റെയിൽ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ദെൻ ആക്സെപ്റ്റ് ചെയ്യുക. പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഡീറ്റെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. എൻട്രി ചെയ്യുക. ദെൻ എമൗണ്ട് കൊടുക്കുക. ക്രെഡിറ്റിൽ എന്തായിരിക്കും വരിക? സെയിൽസ് ആയിരിക്കും വരിക. ഇതിലിപ്പോൾ ഓൾറെഡി സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് സി അടിക്കുക. സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക. സെയിൽസ് നെയിം കൊടുക്കുക, ലെഡ്ജർ നെയിം. അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുന്നത് സെയിൽസ് അക്കൗണ്ട്. ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു. ഇനി ഇൻവെൻട്രി ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. നെയിം ഓഫ് ഐറ്റം. ഞാനിവിടെ ഒരു ഐറ്റം ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെമോ ഐറ്റം എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൊടുക്കുക. ദെൻ റേറ്റ് കൊടുക്കുക. നെഗറ്റീവ് സ്റ്റോക്ക് കാണിച്ചത് എന്താണ്? ഈ ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നെഗറ്റീവ് സ്റ്റോക്ക് കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ വെറുതെ കാണിക്കുന്നു എന്ന് മാത്രം. പർച്ചേസ് ചെയ്യാത്ത ഐറ്റം ആയതുകൊണ്ടാണ് നെഗറ്റീവ് സ്റ്റോക്ക് കാണിച്ചത്. റേറ്റ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇതിപ്പം ക്യാഷ് സെയിൽസിൻ്റെ എൻട്രിയാണ് കാണിച്ചത്. ഇനിയിപ്പം ക്രെഡിറ്റ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷിൻ്റെ സ്ഥാനത്ത് ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഏത് പാർട്ടിക്കാണോ നമ്മൾ വിൽക്കുന്നത് ആ പാർട്ടിയെ ഡെബിറ്റ് ചെയ്യുക. പാർട്ടിയുടെ പേര് ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക. ഡെലിവറി നോട്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. പാർട്ടിയുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, സ്റ്റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം സപ്പോസ് ലിസ്റ്റിലില്ലാത്ത നെയിമാണ് പാർട്ടിയുടെ എന്നുണ്ടെങ്കിൽ അവിടെ ഓൾട്ട് സി കൊടുക്കുക. ഡെബിറ്റിൻ്റെ പ്ലേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഡ്ജർ നെയിം, ആ പാർട്ടിയുടെ പേര് കൊടുക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ പേര് കൊടുക്കുക. അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുന്നത് സൺട്രി ഡെറ്റേഴ്സ് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ക്രെഡിറ്റിൽ വരുന്നത് സെയിൽസ് ആയിരിക്കും. സെയിൽസ് ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ട് സി വഴി ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഗ്രൂപ്പ് സെയിൽസ് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഡീറ്റെയിൽ ആയിരിക്കും, ഐറ്റം ഡീറ്റെയിൽ ആയിരിക്കും. ഏതൊക്കെ ഐറ്റമാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്ക് വിൽക്കുന്നത് ആ ഐറ്റം ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, റേറ്റ് എത്രയാണ് പറയുക, ആക്സെപ്റ്റ് ചെയ്യുക. അതിലിപ്പം ഒന്നിൽ കൂടുതൽ ഐറ്റമാണ് ഒരു ബില്ലിൽ നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഐറ്റംസ് എല്ലാം 1 by 1 ആയിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. ലിസ്റ്റിലുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇല്ലാത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഓൾട്ട് സി വഴി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അണ്ടർ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അടിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് എല്ലാം പഠിച്ചതാണ്. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് എടുക്കുന്നത്. ഐറ്റം ഡീറ്റെയിൽ കൊടുക്കുക. ദെൻ ഏത് ഗ്രൂപ്പാണെന്ന് കൊടുക്കുക. ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. പിന്നെ യൂണിറ്റ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പം നെയിം ഓഫ് ഐറ്റം കൊടുത്തു. നരേഷൻ ഉണ്ടെങ്കിൽ നരേഷൻ എൻട്രി ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ചേഞ്ച് മോഡ് കൊടുത്തു സെയിൽസിൽ. ഇനിയിപ്പം നമ്മൾ റെസീപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഡബിൾ എൻട്രി ഓർ സിംഗിൾ എൻട്രി. സിംഗിൾ എൻട്രി ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് എൻട്രി ചെയ്യാം. ഓക്കെ, ഡബിൾ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് മോഡിൽ ഡബിൾ എൻട്രി കൊടുക്കുക. സെയിൽസ് അതുപോലെ പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും ഇൻവോയ്സ് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് കൊടുക്കുക. വൗച്ചർ വേണമെന്നുണ്ടെങ്കിൽ വൗച്ചർ കൊടുക്കുക. സെയിൽസ് ആണെന്നുണ്ടെങ്കിലും ചേഞ്ച് മോഡ് കൊടുക്കുമ്പോൾ ആസ് വൗച്ചർ അല്ലെങ്കിൽ ആസ് ഇൻവോയ്സ് ആ 2 രീതിയിലായിരിക്കും വരുന്നത്. ഇനിയിപ്പം പേയ്മെൻറ്റ് എടുക്കുമ്പം ചേഞ്ച് മോഡ് കൊടുക്കുമ്പോൾ സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിൽ കിട്ടില്ല. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും പേയ്മെൻറ്റ് വൗച്ചർ ടൈപ്പ് വരുന്നത് അല്ലെങ്കിൽ റെസീപ്റ്റ് വൗച്ചർ ടൈപ്പ് വരുന്നത്. സെയിൽസ് പർച്ചേസ് ആകുമ്പോൾ നമുക്ക് ഇൻവോയ്സ് ഫോർമാറ്റിൽ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വൗച്ചർ ഫോർമാറ്റിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സെയിൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് ആണ് ചേഞ്ചസ്. എസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം.
അപ്പോൾ അതനുസരിച്ചായിരിക്കും വരുന്നത്. നോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അപ്പം ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. ഇത്രയൊക്കെയാണ് സെയിൽസ് വൗച്ചർ എൻട്രി എന്നുള്ള ആ ഒരു ഇതിൽ സെയിൽസ് വൗച്ചർ എൻട്രിയിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകിൽ ഗോ ടു ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ വഴി റിപ്പോർട്ടിലേക്ക് പോകാം. ഗോ ടു ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡേ ബുക്ക്, സ്റ്റോക്ക് സമ്മറി, അങ്ങനെ ഏത് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പം റിസീവബിൾസ് ആൻഡ് പേബിൾസ് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നോക്കാം. ഏത് റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, അതാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ഇൻവോയ്സ്, സെയിൽസിൽ ഇൻവോയ്സ് എങ്ങനെ ചെയ്യാം, വൗച്ചർ എങ്ങനെ ചെയ്യാം, ദെൻ റിപ്പോർട്ട് എങ്ങനെ എടുത്തു നോക്കാം, അതുപോലെ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ വൗച്ചർ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.